ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഊണ് കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇല മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. ഒരാൾ പ്ലേറ്റിലാണ് കഴിച്ചത്. അപ്പം നമ്മൾ ആ ഇല എടുത്ത് വെച്ചിട്ട് ഇല കണ്ടപ്പോൾ നമുക്ക് ഇലയപ്പം കഴിക്കാനൊരാഗ്രഹം കേട്ടോ. കുറേ നാളായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ഇലയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്നവരുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിക്കകത്തിൽ വെള്ളവും കുറച്ച് ജീരകവും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് താമസം എടുക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് സ്പീഡായിട്ട് ഇടുവാണ്. നല്ല താമസം എടുക്കും, കാരണം ഗോതമ്പ് പൊടി ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ട് കുറച്ച് സമയം എടുത്തത് സെറ്റാക്കി. അങ്ങനെ നമ്മൾ വാഴയിലെല്ലാം ക്ലീൻ ചെയ്തൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ കയ്യിലിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിൽ അതായി വരണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വാഴയിലേക്ക് ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇടയ്ക്കൊന്ന് കൈ മുക്കിയിട്ട് നമ്മളിതിങ്ങനെ ആക്കിയെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇപ്പുറത്ത് തേങ്ങയും ശർക്കരയും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് തേങ്ങ തിരുമ്മിയാണ് കിട്ടുന്നത്. അപ്പോൾ അല്ലാണ്ട് നമ്മൾ മേടിക്കാൻ പറ്റും, പക്ഷേ നമുക്കിവിടെ തിരുമ്മുന്നതിന് ചിലവേ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ തിരുമ്മിയാണ് മേടിക്കുന്നത്. മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചേക്കും. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സമയമാകുമ്പോൾ ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച് അതൊന്ന് ഐസ് മാറി വരുമ്പോഴത്തേക്കിന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാത്രത്തിനകത്ത് തേങ്ങയും ശർക്കരയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. വീട്ടിലായിരിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ പെട്ടെന്നൊന്ന് ആക്കമ്മ ഇത് കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നുമെന്നും പറഞ്ഞ് അമ്മയോട് പെട്ടെന്ന് വഴക്ക് കൂടും കേട്ടോ. പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നു മക്കളെ ഇത് ഭയങ്കര പാടാണെന്ന് മനസ്സിലായി കേട്ടോ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അമ്മമാർക്കൊരു സഹായം പോലും ചെയ്ത് കൊടുക്കാത്തവരെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ പെൺപിള്ളേരും പാചകം പഠിച്ചിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഇതുപോലെ ഓരോരുത്തർക്ക് വന്ന് നിൽക്കുമ്പോഴാട്ടോ. നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അവർ. കാരണം നമ്മുടെ ഹെൽപ്പ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അവരൊരു പരാതിയും പറയാത്തവരാണ് നമ്മുടെ അമ്മമാർ. എന്നാലും നമ്മളൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കത്തില്ലല്ലോ. ഇതൊക്കെ ഓർക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം സെറ്റാക്കി നമ്മുടെ തട്ടിൽ വെച്ച് സെറ്റായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആഹാ, അയല കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു. നമ്മൾ തുറന്ന് നോക്കുക കേട്ടോ. ആ ഇലയിൽ അങ്ങനെ ആവിയൊക്കെ കൊണ്ടിട്ട് മാവിനകത്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇരുന്ന് വെന്ത് കിട്ടിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.